തിരിച്ചു വരാം. നമുക്ക് റിയാസ് KMRലേക്ക് പോകാൻ തോന്നുന്നു. റിയാസ് ഓക്കെ അല്ലേ? കച്ചേരി തയ്യാറാണ്. ഭയങ്കര വൈമുഖ്യം കാണിക്കുകയാണ്. അവൻ ക്ഷേത്രത്തിലെ ഐതിഹ്യമൊക്കെ പറഞ്ഞ്, നമുക്കറിയാലോ എബിയെ സംബന്ധിച്ച് വലിയ കവിയൊക്കെയാണ്. പക്ഷെ ഈ കവിക്കൊന്നും പെട്ടെന്ന് കവിത വരില്ല. അതിനൊരു മൂഡ് സെറ്റ് ചെയ്ത് കൊടുക്കണമായിരിക്കും അല്ലേ റിയാസ്? അതെ. വയനാട്ടിൽ വെച്ച് ചില ദിവസങ്ങളിൽ ആ മൂഡ് നമ്മൾ കണ്ടതാണ്. എബിയുടെ ആ മൂഡ് കവിതയുടെയും ഒപ്പം തന്നെ സാഹിത്യത്തിന്റെ ഒക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹമാണ് എബി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എബി രാവിലെ നമ്മുടെ പ്രേക്ഷകരെയൊക്കെ മടുപ്പിച്ചു. ഞാനാണ് ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കൊടുക്കുമായിരുന്നു. എന്നിട്ട് എബി അതിൽ നിന്നൊക്കെ പിൻവാങ്ങി. അല്ല, എബിക്ക് വേറെ കാര്യമുണ്ട് ഫിജി. അത് എബിക്ക് അതിൻ്റെതായ ഒരു ആംബിയൻസ് വേണം, ആ ഒരു ചുറ്റുപാട് വേണം. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തുടക്കമിട്ട കാളിദാസനെ ഞങ്ങൾ പ്രത്യേകം വന്ന് കാണുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. കാളിദാസൻ കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് എല്ലാവർക്കും അറിയുന്ന പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് കാളിദാസന്റെ പിതാവ്. വലിയ ചിന്തകനാണ് അദ്ദേഹം. മാത്രമല്ല അങ്ങനെ ഒരു പിതാവിന്റെ മകൻ എന്തായാലും തീർച്ചയായും കലാപരമായിട്ടും എന്തായാലും കാളിദാസന് ഞാൻ പാട്ട് പാടാൻ പറഞ്ഞത് കാളിദാസൻ പ്രൊഡക്ഷനിലായിരുന്നു. ഞാൻ പറഞ്ഞു എടാ ഓടിപ്പോയി 2 പാട്ട് പാടിക്കേ, ഇതൊന്ന് ഉഷാറാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ പ്രൊഡക്ഷൻ ഇട്ടിട്ട് വേറെ പാട്ട് പാടാൻ വേണ്ടി മൈക്കെടുത്ത് നിന്നു. അപ്പൊ അവൻ അതിനകത്ത് വേറെ ചിന്തയൊന്നും കാണിച്ചില്ല, പെട്ടെന്ന് പോയി പാട്ട് പാടി. അതാണ് കാളിദാസൻ. ഇല്ല അതെ. അല്ല, എബിയും നന്നായിട്ട് കവിത ചൊല്ലും. കാരണം എബി നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളാണ്. കാരണം എബി വളരെ മനോഹരമായിട്ട് കവിതയൊക്കെ ചൊല്ലി പോകുന്ന ഒരാളാണ്. എന്തായാലും നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഞാൻ എബിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ആദ്യം റിയാസ് കവിത ചൊല്ലട്ടെ, അതിനുശേഷം ഞാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഞാൻ സത്യം എബിയെ ഇന്ന് പൊളിച്ചെടുക്കും. അതെ. യഥാർത്ഥത്തിൽ ഞാൻ എബിയുടെ കോട്ടിലേക്ക് പന്ത് തട്ടാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എവിടെയാ നിൽക്കുന്ന റിയാസ്? അതെ. ഞാനിപ്പോ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി. നമുക്കിപ്പോൾ തളിയുടെ മുൻപിൽ വളരെ മനോഹരമായൊരു പൂക്കളം ഒരുക്കിയിരിക്കുന്ന കാഴ്ച കാണാം. രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം തന്നെ കേരളീയ വേഷം ധരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് മലയാളിയുടെ മഹോത്സവമാണ് ഓണം എന്ന് വിളിച്ചോതുന്ന രീതിയിൽ തന്നെ അത് ആ ഒരു വേഷത്തിൽ തന്നെ ആ ഒരു പ്രൗഢി കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേക വിശേഷാൽ പൂജകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവോണത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പൂജകളുണ്ട്. ഒരുപാട് ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഓണത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആളുകളുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അതിനുശേഷം നമ്മുടെ കവിതയിലേക്കും പാട്ടിലേക്കും ഒക്കെ വരാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഇത്തവണത്തെ ഓണം ഗംഭീരം തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമായി വന്നതോടുകൂടി നമ്മൾക്ക് ഓണം ഒന്ന് ഉഷാറാക്കാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ക്ഷേത്ര ദർശനത്തോടുകൂടി ഒരു ഓണം ആരംഭിക്കുക, പിന്നെ ആഘോഷങ്ങൾ ആഘോഷിക്കുക എന്നുള്ളത് നമ്മളൊരു രീതി. അപ്പോൾ അത് പ്രകാരമാണ് ഇവിടെ തളി മഹാക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയ ഫാമിലി അടക്കം. ഓക്കെ, എല്ലാവർക്കും ഓണം ആശംസകൾ. എങ്ങനെയുണ്ട്? പൂക്കളൊക്കെ ഒരുക്കിയിട്ടാണോ വന്നത് വീട്ടിൽ നിന്ന്? ആരാ പൂക്കളിട്ടെ? മോനാണോ? ഞാനും കൂടിട്ട്. എത്ര വലിയ പൂക്കൾ ഒരുക്കിയാ? ചെറുതായാലും മനോഹരമാണല്ലേ? അമ്മയൊന്നും ഇങ്ങോട്ട് വന്നേ, അമ്മ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയോ? എങ്ങനെയാ? എന്നിട്ട് വേണം ഒരുക്കാൻ. അപ്പൊ ആദ്യം തൊഴുതിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെന്നിട്ട് ഇനി ഒരുക്കാനുള്ള പണികളേ ഉള്ളൂ, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പായസം എന്താ ഇന്നത്തെ? അടപ്രഥമൻ. ഞാനും പ്രഥമനും പാൽപ്പായസമാണ് എൻ്റെ കഴിക്കാൻ. അതെ, കഴിച്ചിട്ട് പോവാ. ഇന്നലെ ഇതുപോലെ നമ്മൾ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായിട്ട് മിഠായി തെരുവിൽ നിൽക്കുമ്പോൾ മിഴി എന്ന് പറഞ്ഞൊരു ചെറിയ കുഞ്ഞു സിനിമാ താരമുണ്ട്. ആ കുഞ്ഞിൻ്റെ കുടുംബവും കൂടി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ സദ്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കുഞ്ഞും ക്ഷണിച്ചു. ഇനിയിപ്പോൾ എല്ലാവരോടും സദ്യയെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഹാപ്പി ഓണം എന്തായാലും. ഓക്കെ വിജി, ഇന്നലത്തെ ഇതിന് സമാനമായ രീതിയിൽ ഇന്നും ഓണത്തിന് സദ്യക്ക് ക്ഷണം കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പരമാവധി ആളുകളോട് സദ്യയെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം ക്ഷേത്രത്തിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു രാവിലെ മുതൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിരവധി ഭക്തരാണ് വിവിധ ഇടങ്ങളിൽ നിന്നും, മലബാറിൻ്റെ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഉൾപ്പെടെ വരാറുണ്ട്. അത്തരത്തിലുള്ളൊരു ദർശനം നടത്തുന്നു. ഈ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ദിവസം, ഓണത്തിന് മലബാറിലെ ചില പ്രത്യേകതകൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മലബാറിൽ ഓണത്തിൻ്റെ പ്രതിരൂപമായ ഒരു തെയ്യം രൂപം തന്നെയുണ്ട്, ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ്. അതായത് ആ തെയ്യം സംസാരിക്കില്ല, സംസാരിക്കാത്ത അതുകൊണ്ടാണ് അതിന് ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. അത് ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ, അത്തം മുതൽ ഉള്ള 10 ദിനങ്ങളിൽ പ്രജകളുടെ അരികിലേക്ക് എത്തി, ജനങ്ങളുടെ അരികിലേക്ക് എത്തി അവരുടെ ക്ഷേമം ഒക്കെ അന്വേഷിക്കുന്ന വിധത്തിലാണ് ഉള്ളത്. അതൊരു പ്രതീകാത്മകമായ ഒരു രൂപമാണ് ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന തെയ്യം. ഒപ്പം ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട്. അവരിലേക്ക് എങ്ങനെ ഓണം വൈബാക്കല്ലേ? ദേ തിരിഞ്ഞു നിന്നിട്ടാണോ വൈബാക്കുന്നത്? വൈബാക്കാണ്. എന്താ ആഘോഷം? എന്താ ആഘോഷം പുറത്തു പറയാൻ പറ്റും? പിന്നെ ഇതാ ഇവിടെ ഒരു കുടുംബമുണ്ട്. എങ്ങനെയാ ഓണമല്ലേ അല്ലേ? ഓണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ദർശനം നടത്താണ്. എന്തൊക്കെയാ ഒരുക്കങ്ങൾ നടത്തിയ? എന്തൊക്കെയാ ഒരുക്കങ്ങൾ? സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് പോയി കഴിക്കേ വേണ്ടുള്ളൂ. പൂക്കൾ ഉണ്ടാക്കണം, പോയിട്ടുണ്ട്, ഇടണം. പൂക്കൾ ഉണ്ടാക്കാൻ ആരാ? മോളാണോ സഹായിക്കുന്നത്? എന്താ അവരുടെ പേരെന്താ? ഇഷിത്വിക. വെറൈറ്റി പേരട്ടോ. എന്താ പേരെന്താ? അനീഷ്. എങ്ങനെ ഓണമൊക്കെ അടിച്ചു പൊളിക്കാൻ? ഓണമൊക്കെ അടിച്ചു പൊളിക്കണം, പിന്നെ പോയിട്ട് വേണം അടിപൊളി തുടങ്ങാൻ. ശരി, ഓക്കെ. തുടക്കമാണ്. താങ്ക് യു. റിയാസ്, എന്ത് ഐശ്വര്യമാണ് രാവിലെ കുടുംബത്തോടെ എല്ലാവരും, കുഞ്ഞു കുട്ടികളടക്കം ക്ഷേത്രത്തിലേക്ക് വരിക, അവിടെ സഹപ്രവർത്തകർ കൂടി ദർശനം നടത്തുക. അതിനുശേഷം ഓണമൊക്കെ എങ്ങനെ ഇന്നത്തെ? ഓണം വിഷുവൊക്കെ ചാനലിന്റെ കൂടെ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. കേരള വിഷൻ എല്ലാ പ്രേക്ഷകർക്കും, ജനൻ ടിവിയുടെ റിപ്പോർട്ടറൊക്കെ ഹാപ്പി ഓണം. വിജയ്, ഇന്ന് നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കണ്ടത് ആനന്ദിനെയാണ്, നമ്മുടെ സഹപ്രവർത്തകരിൽ, മാധ്യമരംഗത്തെ സഹപ്രവർത്തകരിൽ. അതുപോലെ മറ്റുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. റിയാസ്, ഞാൻ തിരിച്ചെത്താം. റിയാസ് അവിടെ തന്നെ തുടരും. കവിതയും പാട്ടും ഒക്കെ ഓർത്തെടുത്ത് വെച്ചോളൂ. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഞാൻ റിയാസിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. വിഷ്ണു കരാറുണ്ട്. വിഷ്ണു എന്തേ? ഫ്രൈവിൽ എന്തേ? വിഷ്ണു ഓണവേഷത്തിൽ